ഹലോ, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് ഡയറീസ്. ഇന്ന് കുക്കുംബർ ജ്യൂസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു ഹൈഡ്രേറ്റിംഗ് ഡ്രിങ്ക് ആണ്, അതായത് ജലാംശം കൂടുതലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ആണ്. ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കണ്ണിനും സ്കിന്നിനും BP കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു ജ്യൂസ് ആണ്. കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ കുക്കുംബർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിൽ കുറേ നേരം ഇട്ടതിന് ശേഷം കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ ഈ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തൊലിയോട് കൂടി ഇട്ട് ജ്യൂസ് അടിക്കാം. നന്നായിട്ട് കഴുകി എടുത്തതായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് തേനിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ആദ്യം ഈ കുക്കുംബറിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഈ കുക്കുംബറും ലെമൺ ജ്യൂസും ഇഞ്ചിയും വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. വേണമെന്നുള്ളവർക്ക് ഇതിലോട്ട് മിന്റ് ലീവ്സും കൂടി ചേർക്കാം, അതായത് പുതിന ഇല. അതുകൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഹണിയും കൂടി ചേർക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർക്കുന്നത്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പൊ കുക്കുംബർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ജ്യൂസ് ആണ്. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അരിക്കാതെ കുടിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക്